ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബേബീസിൻ്റെ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലോത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 7.5 ഇഞ്ചും അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചുമാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്ലോത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ബോ ആണ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചും അതുപോലെ തന്നെ ലെങ്ത്ത് പറയുന്നത് 8 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാവരും വെക്കേഷനായിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാവും. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്റർ വശം നോക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കും കൂടി ചെയ്യണം. അപ്പോൾ ഇതുപോലെ രണ്ടും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ പിടിക്കാനുള്ള ഒരു ഗ്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് സെൻറ്ററിലൂടെ ഒന്ന് കോർത്തെടുക്കാം. ഞാനിത് ചെയ്തെടുക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡിലേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു 3 വയസ്സ് 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു സൈസിലാണ് ഞാൻ ഈ ഒരു ബോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ സൂചി വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്കിത് ഇങ്ങനെ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 2 ബോയും നമ്മൾ ഇതുപോലെ തുന്നിക്കൊടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ബോ ആ ഒരു വലിയ ബോയിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഞാൻ അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഗ്രോസ് ഗ്രീൻ റിബണിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ഗ്രോസ് ഗ്രീൻ റിബണാണ്. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏത് റിബൺ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഒട്ടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല, പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൂ ആണ്. അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബാൻഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാൻഡാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാട്ടോ. ചിലവർക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പോരുക എന്നുള്ളൊരു ഇത് അധിക പേർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റിക്ക് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിൻ്റെ കാര്യം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഈ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നൈലോണിൻ്റെ ബാൻഡിലും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.